ഗൈസ്, അപ്പോൾ എന്താ നമ്മളെ പരിപാടി, അതായത് ബോട്ട് പുരയിലെ വീട്ടിലുള്ള വീടുകളും അതുപോലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഒഴിവാക്കുന്നുണ്ട്. മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ കാണാം. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു നൊസ്റ്റ വരണമല്ലോ. അപ്പോൾ ആ വീഡിയോ ആണിന്ന്. ഇതൊന്നും പൊളിക്കില്ല, ജസ്റ്റ് ബോട്ട് പുര, വെള്ളക്കടവിലെ ബോട്ട് പുര. ഇത് ആ ബാക്കരക്കട വർഷത്തിൽ ഒരാഴ്ച തുറക്കുള്ളൂ, എന്നാലും ഇതാണ് ബോട്ട് പുരയുടെ ഈ ഏരിയയുടെ പേര് കുന്നേരി അല്ലേ? പുന്നക്കൽ കുന്ന്. നിൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സ് അല്ലടാ ചോദിച്ചത്. ഞാൻ ആദ്യത്തല്ല എൻ്റെ ബോട്ട് പുരയുടെ. അപ്പോൾ ഇവിടെയാണ് ആറ്റിൻ്റെ സൈഡിലായിട്ട് കുറേ വീടുകളുള്ളത്. ഞാൻ നിസാറിൻ്റെ ആട്ട. ഇതാണ് നമ്മളെ പഴയ ബോട്ട് പുര, നൊസ്റ്റാൾജിക്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഒന്ന് പുതുക്കി പണിഞ്ഞ് ബയോ മ്യൂസിയം ആക്കിയിട്ടുണ്ട്. പക്ഷേ വെളിയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. ഞാൻ ഷാനാസ് ഗൈഡിൻ്റെ ഇങ്ങനെ തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റം വരെയുള്ള വീടുകൾ പോകും. നിസാറിൻ്റെ വീട്, നിസാർ ഉറക്കമാണ്. ഇതാണ് പുളിമൂട്. ഈ കാണുന്ന ഈ ലൈനെല്ലാം പോകും. ഇവിടെ റോഡ് വരും. ഇതിനകത്തൊക്കെ വീടുകളാണ്. കണ്ടിത്ര വീതിയൊന്നുമില്ല. നമ്മൾ സൈക്കിളിൽ ജസ്റ്റ് തട്ടി മുട്ടി എന്ന് പറഞ്ഞ് പൊക്കൊണ്ടിരുന്ന ഏരിയ നല്ല വീതിയായി. ഇപ്പം ഇതിൻ്റെ പകുതി വീതി പണ്ടുണ്ടായിരുന്നു. മാങ്ങയ്ക്കണുണ്ടാ ഇവിടെയൊക്കെ മാറിയല്ലേ? ഇത് ആരെ വീടല്ലേ നിസാർ വാങ്ങിയത്? സെറ്റ്. ഇത് നമ്മളെ മീരാൻ്റെ വീട്ടിൽ പോണ ഇവിടെ ഒരു നീളം വീടുണ്ടായിരുന്നല്ലോ. പൊളിച്ചല്ലേ? ഇവിടുത്തെ പൈപ്പ്, മെയിൻ പൈപ്പ്, അടിയും പിടി ബഹളം. ഇത് റിയാസിന്റെ വീട്. റിയാസിന്റെ വീടല്ലേ? റിയാസ് അതാണ് റിയാസ്. ഞാൻ പറഞ്ഞില്ലേ റിയാസ് അതാണ്. 9 മണിക്ക് എന്തിനാ എന്നാ അവളും കണ്ടില്ലല്ലോ. നിന്നെ ഇവിടെ ചേർത്ത് തന്നെ എടുക്കാം. ഇതാണ് കണ്ട ഇവിടുത്തെ ഓരോ വീടും ഹെയർഷേക്ക് ഉണ്ട്. കിടന്നുറങ്ങാൻ കണ്ട സുഖമായിട്ട്. അമ്പാനികളും ഇങ്ങനെ കിടന്നുറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞാൽ 6 ഇതാണ് കിച്ചൺ. കണ്ട ഇറങ്ങിക്കഴിഞ്ഞാൽ 6. എനിക്കറിയാതെ എല്ലാവരും, ഞാൻ ഇവിടെ ഉള്ളതല്ലേ. ഓരോ വീടിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് കണ്ട. ഇതൊരു വീടാണ്. ഇതൊന്നും പോകില്ലല്ലോ. ഇതൊക്കെയാണ് ഇവിടത്തെ. ഇവിടെ വെച്ച കുന്നൽ വീടായി. ഇനി പുന്നൊക്കെ നോക്കുമ്പോൾ കുന്നൽ വീടാണ്. കുന്നൽ വീട്. ദിയാസിന്റെ വീട് മേളിലാണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ വീട് ഷാനാസിന്റെ വീടാണ്. വേണ്ട, ഇതാണ് 6. ഇതിൽ ഇറങ്ങാമല്ലോ അല്ലേ? ഈ പ്രാവല്ലേ? ആ കാണാനാണ് വള്ളക്കടവ് ജംഗ്ഷൻ. പാർക്ക്, സവക്കൽ ഹോട്ടൽ, വള്ളക്കടവ് ജംഗ്ഷൻ. ഇതുപോലെ കൂറ്റം മരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 2-3 ഇപ്പോഴും ഉണ്ട്. 1, 2, 3 അങ്ങനെ നിൽപ്പുണ്ട്. പണ്ട് ഈ വെള്ളത്തിലൊക്കെ ചാടി കുളിച്ച കാലങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ട്. ഇനി ആ ഒരു അവസ്ഥ തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് ഇവനെല്ലാം എവിടെ നിന്ന് പോകണം, എന്നാലേ പറ്റുള്ളൂ. ഇപ്പോൾ ബോട്ട് സർവീസിന് പറ്റിയ അവസ്ഥയിൽ തന്നെ കിടക്കണം വെള്ളക്കുറവ്. നമ്മൾ എന്താ ഒന്നിനകത്ത് ഏറ്റവും വലിയ വീട് ഷാനാസിന്റെ വീട്. ഇൻകം ടാക്സ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. അല്ലേ എൻ്റെ വീട്? ഉറക്കോ? എങ്ങനെ ഇങ്ങനെ ഷാനാസിന്റെ മോൻ വെച്ച് കംപ്ലീറ്റ് മട്ടാക്കി നിർത്തിയിരിക്കുകയാണ്. ഒരു മാങ്ങ വരും പറിച്ച് തിന്നും. അതാണ് അവസ്ഥ. അത് നേരെയുള്ള വാതിൽ, ഇത് ഒളിച്ചു ഓടണ വാതിൽ. എല്ലാം ഫ്രീ തന്നെ. വീട് മൊത്തത്തിൽ ഫ്രീ ആണ്. അതാ ഫ്രിഡ്ജ് നോക്ക്. വെളിയിൽ, അടുക്കളയിൽ, പിന്നെ ഹാളിലുണ്ട് ഫ്രിഡ്ജ്. അത് ഷാനാസിന്റെ ആട്ട. ഇതല്ലേ എടുക്കല്ലേ? അപ്പൊ അതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. നിങ്ങളല്ല പോവാൻ തയ്യാറ് തന്നെയല്ലോ. സ്ഥലം എടുക്കും. അത് ശരിയാ. പോയാലേ പറ്റുമല്ലേ? ഇവനൊന്നും പോവില്ല. അതെ. ബാക്കി ഇവിടെ ആരും ഇല്ലല്ലേ? പോയല്ലേ? ഇവിടെ ഉള്ള മിക്കവാറും വീടുകളും ആൾക്കാരില്ല. ഓ അത് തന്നെ, ആളില്ലല്ലോ ഇപ്പം. കുറെ വീടുകളിലൊന്നും ആളില്ലല്ലോ. അങ്ങോട്ട് പോയിട്ട് ഇതെല്ലാം എടുത്തല്ലേ? ഇതാണ് സജീർ. ഇപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ കണ്ടോ, കുറച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ആളെയാറല്ലേ വീഡിയോ? ഇതാണ് സജീറിന്റെ വീട്. വേറെ ആരും ഇല്ല ഇവിടെ. പാമ്പ് മാത്രമേ ഉള്ളൂ. ഇത്
എടാ ഗൈഡീസെല്ലാം ഇവിടുത്തെ വീടുകളൊക്കെ പോയല്ലേ? ഇത് ചേട്ടൻ്റെ വീട് കുടുംബ വീട്. ഇതൊക്കെ വീടുകളുണ്ടായിരുന്നു ഒരുപാട്, എല്ലാം പൊളിച്ചു. ഇത് ഇവിടെ ഇതുവരെ പോകും. എൻ്റെ വീട് ബാക്ക് ഇത് ലെങ്ത് കൂടിയ ആൾക്കാരാണ്. പിന്നെ ഇവിടെ പോകും. ഇങ്ങനെ പോകുമല്ലോ. ഈ ക്ലാസ് എന്റെ മാവോട് ചേർന്ന് പോകും. എന്റെ മാവ് പോവും. പിന്നെ കേട്ടാ, ഇതാണ് നമ്മളെ കുന്നില് വിശേഷങ്ങൾ. എല്ലാം പോയി ബോട്ട് സർവീസൊക്കെ തുടങ്ങി സെറ്റപ്പായാൽ സെറ്റപ്പായിരിക്കും. അത് വേറൊരു പൈപ്പ്. കാറ് കിടക്കണ കട കണ്ട, കാരാളി റോഡ്. ചാടി കുളിച്ച് താഴെ മറ്റേ കോയിൻ ഇട്ടിട്ട് ആ കോയിന് നമ്മൾ മുങ്ങി എടുക്കുമായിരുന്നു. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ കാക്കാമാർ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ അവസ്ഥ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിയത്. വീണ്ടും ആ ഒരു അവസ്ഥയിലോട്ട് വരാനാണ് നമ്മുടെ ആഗ്രഹം. വരുമായിരിക്കും. മാങ്ങ ഒരു രക്ഷയില്ല കേട്ടോ. ബടാ മാങ്ങ. ഇതുവഴി അങ്ങ് അപ്പുറത്തിറങ്ങി എന്നെ അതുവരെ വിട്ടിട്ടോ. ജയിക്കുമെന്തോ എനിക്കൊക്കെ നിൽക്കണ്ട. പണ്ടൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ട് പുത്തമ്പള്ളി ഗ്രേഡ്. അതെനിക്ക് പുതിയൊരു അറിവാണ് കേട്ടോ. അറ്റത്തുനിന്ന് ബോട്ട് വരെ ഫുൾ ഓപ്പൺ. കണ്ട പട്ടി കാണില്ല. ഏറ്റവും ഫുട്ബോളൊക്കെ കളിക്കുന്ന ഏരിയയാണ്. നമ്മുടെ പഴയ ഏരിയ ആണ്. എവിടെയൊക്കെ ഒരു വീടാണ്, വലിയ പണക്കാരൻ്റെ വീടാണ്. ഇതുവഴി നമ്മൾ നേരത്തെ വന്ന വഴി ഇതാണ്. പകർജീൻ്റെ വീട് പറഞ്ഞില്ലേ, അതുവഴി നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ആ വീടിൻ്റെ ബാക്കിലിരിക്കുന്നതാണ്. ആ വീട് നമ്മുടെ വീട്, അതിൻ്റെ ബാക്കിലിരിക്കുന്ന വീടാണ് നമ്മളെ വീട്. കാണാം ബോട്ട് വീട് സെക്കൻഡ് ലൈൻ ആണ്. ഷാനിയുടെ വീട്, നമ്മളെ വീട്. ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാണ്.